അഴിമതി കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയ 2 മുൻ പ്രതിരോധ മന്ത്രിമാർക്ക് വധശിക്ഷ വിധിച്ച് ചൈനീസ് സർക്കാർ ഉത്തരവിട്ടു. മുൻ മന്ത്രിമാരായ വെയ് ഫാങ്ഹി, ലീ ഷിങ്ഫുവിനുമാണ് ഷീ ജിങ് ഭരണകൂടം വധശിക്ഷ വിധിച്ചത്. ചൈനീസ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഷിൻഹുവായാണ് ഈ വിവരം സ്ഥിരീകരിച്ചത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത വൻതോതിൽ കൈക്കൂലി വാങ്ങിയെന്നും സൈനിക നിയമനങ്ങളിൽ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയെന്നുമാണ് ഇവർക്കെതിരെയുള്ള കണ്ടെത്തൽ. 2023 നിഗൂഢമായ സാഹചര്യത്തിൽ പൊതുരംഗത്ത് നിന്ന് അപ്രത്യക്ഷനായ ഇദ്ദേഹത്തെ പിന്നീട് മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. വൻ തുകകളും വിലപിടിപ്പുള്ള വസ്തുക്കളും കൈക്കൂലിയായി സ്വീകരിച്ചതിന് അന്വേഷണ ഏജൻസികൾ തെളിവ് കണ്ടെത്തി. ലീ ഷാങ്ഫുവിന് മുൻപ് പ്രതിരോധ മന്ത്രിയായിരുന്ന ഇദ്ദേഹവും സമാനമായ അഴിമതി ആരോപണങ്ങളെ തുടർന്നാണ് ശിക്ഷിക്കപ്പെട്ടത്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെയും സെൻട്രൽ മിലിറ്ററി കമ്മീഷനിലെയും ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് പ്രസിഡന്റ് ഷീ ജിൻപിങ് നടത്തിവരുന്ന വിപുലമായ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. കഴിഞ്ഞ വർഷം മാത്രം 9 പ്രമുഖ ജനറൽമാരെയാണ് അഴിമതിയും അച്ചടക്ക ലംഘനവും ആരോപിച്ച് സൈന്യത്തിൽ നിന്ന് പുറത്താക്കിയത്. അഴിമതി തുടച്ചു നീക്കുക എന്നതിലുപരി സൈന്യത്തിന് മേൽ തന്റെ ആധിപത്യം ഉറപ്പിക്കുവാനാണ് ഷീ ജിൻപിങ് ഇത്തരം കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മുൻ വിദേശകാര്യമന്ത്രി ചിൻഗ്വാങ് ഉൾപ്പെടെയുള്ള പ്രമുഖർക്കും നേരത്തെ സമാനമായ രീതിയിൽ നടപടികൾ നേരിടേണ്ടി വന്നിരുന്നു. പ്രതിരോധ മന്ത്രിമാരായിരുന്നവർക്ക് തന്നെ വധശിക്ഷ നൽകുന്നത് വഴി ഭരണകൂടത്തിലെ മറ്റുള്ളവർക്ക് കനത്ത മുന്നറിയിപ്പ് നൽകുകയാണ് ചൈനീസ് പ്രസിഡന്റ്.